ജേക്കബ് അവന്റെ മേക്കപ്പ് സ്കില്ല് കാണിക്കാനുള്ള ഒരു അവസരം കൊടുക്കാൻ പറഞ്ഞു. ഞാനും ശ്രീകുട്ടിയും അതിന് ബലിയാടാവേണ്ടി വന്നു. ഇന്ന് രാവിലെ പോകേണ്ടിയിരുന്ന ശ്രീകുട്ടീന്റെ ഫ്ലൈറ്റ് ക്യാൻസൽ ആയ കാരണം ഇനി നാളെ വെളുപ്പിനെ പോകുന്നുള്ളൂ. എന്നാ പിന്നെ അവനെയും കൊണ്ട് ഒരു മൂവിക്ക് പോയേക്കാം. ഇനി അവനെ എന്നാ കാണാൻ കിട്ടാന്ന് അറിയില്ലല്ലോ. മനക്കെട്ടി കുറവും പേടി കൂടുതലും ആയതുകൊണ്ട് പൊതുവെ ഞാൻ ഈ ഹൊറർ അല്ലെങ്കിൽ വയലൻസ് മൂവി ഒന്നും കാണാറില്ല. പക്ഷെ ഇന്ന് നോക്കിയപ്പോ ഈ ഹൊറർ മൂവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പകുതി കണ്ണടച്ചിരുന്നത് കൊണ്ട് കൂടുതൽ പേടിക്കേണ്ടി വന്നില്ല. എന്തായാലും ഫിലിം കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. ടോമാച്ചനെ കണ്ട ഒരു സീരിയസ് ഫോൺ കോളിലാണ് തോന്നുമെങ്കിലും അത് ക്യാമറയ്ക്ക് മുന്നിലുള്ള ചമ്മൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ടിങ് മാത്രമായിരുന്നു ഗൈസ്. പിന്നെ എന്താ സാധനം പോലും അറിയാതെ ഓർഡർ ചെയ്ത് വാങ്ങിച്ച ഡ്രിങ്ക് കഷ്ടപ്പെട്ട് കുടിച്ചുകൊണ്ടിരിക്കുന്ന ജേക്കബിനെയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണെന്നറിയില്ല, ക്യാമറ ഓൺ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവരൊക്കെ ഒരു ഓസ്കാറിന് മത്സരിക്കാവുന്ന അഭിനയ മികവ് തന്നെ കാഴ്ചവെക്കും. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് തോമാച്ചനോട് ബായും പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയി ഒരു 1 അവർ കിടന്നുറങ്ങാനുള്ള ടൈമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും ശ്രീകുട്ടീനെ എയർപോർട്ടിൽ കൊണ്ടുവിടാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സമയം കറക്റ്റ് 1:30 ആയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീകുട്ടി UK എക്സിറ്റ് ചെയ്ത് ഓസ്ട്രിയയിലേക്ക് മൂവ് ചെയ്യാണ്. ഇപ്പൊ അവനീ പോകുന്നത് നാട്ടിലേക്കാണ്. അവിടുന്ന് ഈ മാസം ലാസ്റ്റോടും കൂടെ ഓസ്ട്രിയയിലേക്ക് മൂവ് ചെയ്യാനാണ് പ്ലാൻ. ഫ്ലൈറ്റ് 5:30ക്കാണ്. അപ്പൊ നമ്മളൊരു 2 മണിയൊക്കെ ആയപ്പോഴേക്കും തന്നെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. വീഡിയോയിൽ കിട്ടാനെങ്കിലും ഒരു പേരിനൊന്ന് കരയാൻ പറഞ്ഞപ്പോഴും ഇവൻ ചിരിച്ചുകൊണ്ട് നിൽക്കുക. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല സങ്കടം ഉണ്ട് കേട്ടോ. പക്ഷെ ആരും അത് പുറത്ത് കാണിച്ചില്ല എന്നേ ഉള്ളൂ. അപ്പോ അടുത്ത സമ്മർ വെക്കേഷന് ഓസ്ട്രിയയിൽ വെച്ച് കാണാന്നും പറഞ്ഞ് ഞങ്ങൾ അവനെ കൊണ്ടുവിട്ട് തിരിച്ചു പോന്നു.